ഇന്ധനവില കൂടുമ്പോഴെല്ലാം സാധാരണ നമ്മൾ കേരളത്തിൽ കാണാറുള്ളത് എന്താണ്? കേന്ദ്ര സർക്കാരിനെതിരായ വലിയ പ്രതിഷേധങ്ങൾ, സമരങ്ങൾ, ബന്ദ്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. പാചകവാതക വിലയുടെയോ എണ്ണവിലയുടെയോ വർധനവിന്റെ പേരിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇതുവരെ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. എന്നാൽ മറുവശത്ത് പിണറായി വിജയൻ ഇപ്പോഴും ആ പഴയ പല്ലവി ആവർത്തിച്ച് കേന്ദ്രത്തെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുകയാണ്. സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇങ്ങനെ ഒരു അപ്രതീക്ഷിത നിലപാട് സ്വീകരിച്ചത്? വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ഒരു കാര്യം വ്യക്തമായി പറയാം. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എടുക്കുന്ന ഈ നിലപാടിനെ ഇന്ന് നമ്മൾ അഭിനന്ദിക്കാതിരിക്കാൻ സാധിക്കില്ല. അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. ഇന്ധനവില വർദ്ധിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ കുഴപ്പം കൊണ്ടല്ല എന്ന് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാം. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങളും ആഗോള വിപണിയിലെ മാറ്റങ്ങളുമാണ് ഇതിന് പ്രധാന കാരണം. എന്നാൽ ഇതൊക്കെ അറിഞ്ഞിട്ടും വിരുദ്ധ രാഷ്ട്രീയം ഉള്ളതുകൊണ്ടും മാത്രം എന്തിനേയും കണ്ണടച്ചെതിർക്കണമെന്ന ഒരു ദുശാഠ്യമാണ് പിണറായി വിജയനെ പോലുള്ളവർ ഇപ്പോഴും കാണിക്കുന്നത്. ഇനി കേന്ദ്രത്തെ വിമർശിക്കുന്നവർ സ്ഥിരമായി ഉന്നയിക്കുന്ന മറ്റൊരു ന്യായമുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞ സമയത്ത് കേന്ദ്ര സർക്കാർ ഇവിടെ ഇന്ധനവില കുറച്ചില്ല, അല്ലെങ്കിൽ അതിന് എണ്ണ കമ്പനികളെ പ്രേരിപ്പിച്ചില്ല എന്ന്. അതെ, അത് സത്യമാണ്. ഇവിടെ ആരും അത് നിഷേധിക്കുന്നില്ല. പക്ഷേ ഈ ന്യായവാദം ഉന്നയിക്കുന്നവർ സൗകര്യപൂർവ്വം മറന്നുപോകുന്ന ഒരു വലിയ ചരിത്രമുണ്ട്. എണ്ണ കമ്പനികൾക്ക് സ്വന്തമായി വില നിശ്ചയിക്കാനുള്ള ഈ അധികാരം നൽകിയത്, അല്ലെങ്കിൽ ഈ ഡീറെഗുലേഷൻ നയം തുടങ്ങിവെച്ചത് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്താണ്. അന്ന് തുടങ്ങിയ ഒരു സിസ്റ്റം മാത്രമാണ് ഇപ്പോഴും തുടരുന്നത്. ഇനി ഇതിനെല്ലാം അപ്പുറം മറ്റൊരു വശം കൂടിയുണ്ട്. കേന്ദ്ര സർക്കാർ വിചാരിച്ചാൽ ഒരുപക്ഷെ ഈ ഇന്ധനവില കുറയ്ക്കാൻ സാധിക്കുമായിരുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. എന്നാൽ ആ സമയത്ത് വില കുറയ്ക്കാതെ കേന്ദ്ര സർക്കാരിലേക്ക് കിട്ടിയ പണം നരേന്ദ്രമോദി തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയല്ലോ ചെയ്തത്. മറിച്ച് ഈ രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കുമാണ് പണം വലിയ രീതിയിൽ വിനിയോഗിച്ചിട്ടുള്ളത്. ഇത് മനസ്സിലാക്കാൻ അരിയാഹാരം കഴിക്കുന്നവർക്ക് മാത്രമല്ല, ഗോതമ്പും ചോളവും ഒക്കെ കഴിക്കുന്നവർക്കും സാധിക്കും. എന്തായാലും ഈ ഒരു കാര്യത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സ്വീകരിക്കുന്നത് വളരെ കൃത്യവും പക്വതയുമുള്ള ഒരു നിലപാടാണ്. യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഒരുമിച്ച് മുന്നോട്ട് പോയാൽ അതിന്റെ യഥാർത്ഥ ഗുണം ലഭിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിനും രാജ്യത്തിനും തന്നെയാണ്. അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാതെ ഭരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഭാവിയിൽ കേരളത്തിന് വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഈ നിലപാടാണോ അതോ പിണറായി വിജയന്റെ വിമർശന രീതിയാണോ ശരി? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.